അതെ, മഴക്കാലമൊക്കെ അല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തി കുറച്ച് ചക്ക കൊണ്ടു തന്നെ. അപ്പോൾ ഓർത്തു നമുക്ക് ചക്ക വറുത്താലോ എന്ന് ആലോചിച്ചു. അത് കാരണം എൻ്റെ മകൾക്കാണ് ചക്ക വറുത്തതൊക്കെ ഒത്തിരി ഇഷ്ടം. കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചക്ക വറുത്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ചക്ക കുറച്ച് കിട്ടിയപ്പോൾ ഓർത്തു നമുക്ക് ചക്ക വറുക്കാമെന്ന് ഓർത്തതേ. ആൻറ്റി കുറച്ച് ക്ലീൻ ചെയ്താൽ കൊണ്ടുവന്നെങ്കിലും ഈ പൊല്ലയൊക്കെ കുറച്ച് മാറ്റി ക്ലീൻ ചെയ്ത് കുറച്ച് ചക്ക ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ചക്കകളെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഒരു കനത്തിൽ നമുക്ക് ചക്ക വറുക്കാൻ വേണ്ടി എടുത്ത് വെക്കാവേ. അപ്പോൾ നമ്മുടെ ചക്കകളെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വല്ല വെറൈറ്റി റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമുക്ക് ഈ ചക്കയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കാവേ. ചക്ക നമുക്കത് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചക്കകളെല്ലാം നമുക്ക് എടുക്കാവേ. ഭയങ്കര കനം കൂട്ടിയാലേ ചക്ക വേകാനായിട്ട്, അതായത് വറുത്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ കനം കുറച്ചൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ചക്ക വറുത്ത് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കാൻ നോക്കുന്നത്. കൂടെയാണെങ്കിൽ നമുക്ക് വറുക്കാൻ പറ്റില്ല, കരിഞ്ഞു പോകും വറുത്തെടുത്ത് വരുമ്പോഴേ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക എടുത്ത് വെക്കാവേ. നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ചിലവർ ചക്ക എണ്ണ ഒഴിച്ച് ചട്ടി ഇട്ട് കഴിയുമ്പോഴാണ് അവസാനം വറുത്ത് കോരി എടുക്കുന്നതിന് മുമ്പാണ് ഉപ്പ് നീരും മഞ്ഞൾപ്പൊടി വെള്ളവും കൂടെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് പുരട്ടി കൊടുക്കുവാണ്. ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചക്കയിലോട്ട് പുരട്ടി എടുത്ത് വെച്ചിരിക്കുവാണ്. ഒരു 5 മിനിറ്റ് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചക്കയിലോട്ട് പിടിക്കട്ടെ. അതെ, നമ്മുടെ ചക്ക വറുത്ത് ഉണ്ടാക്കാൻ നമ്മൾ അടപ്പിലാണ് വെക്കുന്നത്. നമ്മൾ ഉരുളി തീ കത്തിച്ചിട്ട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചട്ടി ചൂടായി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോഴേ നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചക്ക കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് കുറച്ചായിട്ട് ഇട്ട് വറുത്ത് കോരി നമുക്ക് എടുക്കാവേ. അപ്പോഴേ നമ്മുടെ ചക്കയെല്ലാം വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ വൈകുന്നേരം നമുക്ക് കുറച്ചിങ്ങനെയൊക്കെ ചക്ക എടുത്ത് വറുത്ത് വെച്ച് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ചക്ക എടുത്ത് പിള്ളേർക്കും നമുക്കൊക്കെ കഴിക്കാം. ഇത് അതുപോലെ തന്നെ നമ്മുടെ ചക്ക എല്ലാം വറുത്ത് കോരി ഇങ്ങനെ ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.